ഇത്തരത്തിലുള്ള വാർത്തകൾ ഈയിടെയായിട്ട് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. അപ്പോഴൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും, എങ്ങനെയാണ് ഈ 9-10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച സ്വന്തം കുഞ്ഞിനെ അമ്മയ്ക്ക് കൊല്ലാൻ സാധിക്കുന്നത്? എത്രമാത്രം ക്രൂരയായിരിക്കും ആ സ്ത്രീ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും ചെയ്യപ്പെടാത്തതുമായിട്ടുള്ള കേസുകളിൽ ഭൂരിഭാഗം കേസുകളുടെയും കാരണം എന്ന് പറയുന്നത് പ്രസവാനന്തരം ഉണ്ടാകുന്ന ചില മാനസിക വൈകല്യങ്ങളാണ്. നിങ്ങൾ എന്താണ് ഈ പ്രസവാനന്തരം ഉണ്ടാകുന്ന മാനസിക വൈകല്യങ്ങൾ? നിങ്ങൾ പോസ്റ്റ്പാർട്ടം ബ്ലൂ, പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ, പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് ഇങ്ങനെയുള്ള ഏതെങ്കിലും വാക്കുകൾ കേട്ടിട്ടുണ്ടോ? ഇത് തമ്മിൽ എന്താ വ്യത്യാസം? അല്ലെങ്കിൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? എന്തുകൊണ്ട് ഇത് എല്ലാവരിലും കാണുന്നില്ല? എന്തുകൊണ്ട് ചിലരിൽ മാത്രം കാണുന്നു എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഒരേ അവസ്ഥയെ സൂചിപ്പിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള വാക്കുകളല്ല ഈ പോസ്റ്റ്പാർട്ടം ബ്ലൂ, പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ, പോസ്റ്റ്പാർട്ടം സൈക്കോസിസ്. ചിലരെങ്കിലും ചിലപ്പോൾ പ്രസവാനന്തരം ഉണ്ടാകുന്ന ആ മെൻ്റൽ ഡിസ്റ്റർബൻസുകളെയും മൂഡ് സ്വിങ്സിനെയും ഒക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ വാക്കുകൾ തെറ്റായിട്ട് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇത് മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള കണ്ടീഷൻസ് ആണ്. പറയാനുള്ള എളുപ്പത്തിൽ വേണമെങ്കിൽ പറയാം, സിവിയറിറ്റി കൂടി വരുന്നതനുസരിച്ചിട്ടുള്ള കണ്ടീഷനാണ്. അതായത് ഏറ്റവും മൈൽഡ് ആയിട്ടുള്ള വേർഷൻ നമുക്ക് പോസ്റ്റ്പാർട്ടം ബ്ലൂ എന്ന് വിളിക്കാം. അതിനേക്കാൾ കുറച്ചുകൂടെ സിവിയർ ആണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ. അതിലും വളരെ സിവിയർ ആയിട്ടുള്ള ഒരു സൈക്യാട്രിക് എമർജൻസി ആണ് പോസ്റ്റ്പാർട്ടം സൈക്കോസിസ്. ആദ്യം നമുക്ക് പോസ്റ്റ്പാർട്ടം ബ്ലൂ എന്താണെന്ന് നോക്കാം. പോസ്റ്റ്പാർട്ടം ബ്ലൂ എന്ന് പറയുന്ന സത്യത്തിൽ വളരെ കോമൺ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. പ്രസവശേഷം 85 മുതൽ 90% സ്ത്രീകളിലും പോസ്റ്റ്പാർട്ടം ബ്ലൂ കണ്ടുവരാറുണ്ട്. ചിലപ്പോൾ ചിലരത് അറിയണമെന്ന് പോലുമില്ല. നമ്മളുടെ മനസ്സിൻ്റെ ഒരു ശക്തി അനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമാകുന്നത്. ഇത് സത്യത്തിൽ കുറച്ച് മൂഡ് സ്വിങ്സ്, ദേഷ്യം വരിക, സങ്കടം വരിക, അല്ലെങ്കിൽ പെട്ടെന്ന് കരയാൻ തോന്നുക, റെസ്റ്റ്ലെസ് ആയിട്ടുള്ളൊരു ഫീൽ ഉണ്ടാവുക, ഇത്തരത്തിലുള്ള മൈൽഡ് ലക്ഷണങ്ങൾ മാത്രമേ പോസ്റ്റ്പാർട്ടം ബ്ലൂവിൽ ഉണ്ടാവുന്നുള്ളൂ. ഇത് നമുക്ക് പ്രസവശേഷം ഒരു 2 ആഴ്ച കാലത്തോളം മാത്രമേ കണ്ടുവരുന്നുള്ളൂ. സത്യത്തിൽ ഇത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ച് ഉണ്ടല്ലോ, അതായത് പ്രഗ്നൻസിക്ക് മുമ്പ് ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും പ്രഗ്നൻസിയുടെ സമയത്ത് ഹോർമോൺസിന് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാവും. അത് പ്രസവശേഷം നമ്മളുടെ പ്രീ പ്രഗ്നൻറ്റ് സ്റ്റേറ്റിലേക്ക്, നമ്മുടെ സാധാരണ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്ന ഒരു കാലയളവിൽ ആ ഹോർമോൺ വ്യതിയാനങ്ങൾ കൊണ്ടുണ്ടാവുന്ന മൂഡ് സ്വിങ്സും കാര്യങ്ങളും മാത്രമാണ് ഈ പോസ്റ്റ്പാർട്ടം ബ്ലൂ അല്ലെങ്കിൽ ബേബി ബ്ലൂ എന്നൊക്കെ പറയുന്ന കണ്ടീഷൻ. അതിന് സത്യത്തിൽ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെയോ കാര്യങ്ങളുടെയോ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് മെൻ്റൽ സപ്പോർട്ടും ഫാമിലിയിൽ നിന്നുള്ള ആ മെൻ്റൽ സപ്പോർട്ടും കാര്യങ്ങളും കെയറും ഒക്കെ മാത്രം മതി. അതൊന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ. അത് അല്ലെങ്കിലും തന്നെ 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും റിസോൾവ് ചെയ്ത് പോകുന്ന ഒരു കണ്ടീഷനാണ്. അടുത്തതായിട്ട് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്താണെന്ന് നോക്കിയാൽ, നേരത്തെ പറഞ്ഞതുപോലെ പോസ്റ്റ്പാർട്ടം ബ്ലൂവിനേക്കാൾ ഒരു പടി കൂടി സിവിയർ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇത് 8ൽ ഒരാൾക്ക് എന്ന രീതിയിൽ കണ്ടുവരാറുണ്ട്. ഇതിൻ്റെ ലക്ഷണങ്ങൾ സത്യത്തിൽ ആദ്യത്തെ 2 ആഴ്ചയിൽ നമുക്ക് പോസ്റ്റ്പാർട്ടം ബ്ലൂ ആണോ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ആണോ എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനിലും പോസ്റ്റ്പാർട്ടം ബ്ലൂവിൻ്റേതുപോലെ മൈൽഡായിട്ടുള്ള ലക്ഷണങ്ങൾ തുടങ്ങാം. പക്ഷേ 2 ആഴ്ചയ്ക്ക് ശേഷവും റിസോൾവ് ചെയ്യാണ്ട് നിൽക്കുകയും അതിങ്ങനെ കൂടി വരുന്നതായിട്ട് തോന്നുകയും ചെയ്തു കഴിഞ്ഞാൽ അത് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ആണെന്ന് മനസ്സിലാക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞ ലക്ഷണങ്ങളെ കൂടാതെ കുറച്ചധികം മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ ഒരു അവസ്ഥയിൽ കണ്ടുവരാറുണ്ട്. പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ അവർക്കൊരു ബ്ലാങ്ക് ഫീൽ ആയിരിക്കും. അതായത് പെർസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന ഒരു സങ്കടം, അല്ലെങ്കിൽ ഇറിറ്റബിലിറ്റി, ആൻസൈറ്റി, അല്ലെങ്കിൽ ഒരു ഹോപ്പ്ലെസ്നെസ്, അതായത് ഒരു പ്രതീക്ഷയില്ല, ഒന്നിലും ഒരു ഇൻട്രസ്റ്റ് ഇല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ ആയിരിക്കും അവർ പ്രധാനമായിട്ടും കടന്നു പോകുന്നത്. പിന്നെ കുഞ്ഞുണ്ടെങ്കിലും കുഞ്ഞിനോടൊരു ബന്ധം അവർക്ക് ഫോം ചെയ്തെടുക്കാൻ പറ്റുന്നത്, ഒരു റാപ്പോ അല്ലെങ്കിൽ ഒരു ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല കുഞ്ഞിനോട്. കുഞ്ഞിന് പാൽ കൊടുക്കണമെന്നോ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കണമെന്നോ ഉള്ള ഒരു ഫീൽ ഉണ്ടാവില്ല. സ്വന്തം കാര്യങ്ങൾ തന്നെ നോക്കണം എന്നുള്ളൊരു ഫീൽ ഉണ്ടാവില്ല. എല്ലാത്തിൽ നിന്നും വിട്ടുമാറി ഒറ്റയ്ക്ക് ഒഴിഞ്ഞിരിക്കുക, അങ്ങനെയുള്ളൊരു ഫീലായിരിക്കും തോന്നുന്നുണ്ടാവുക. അതുകൂടാതെ അവർക്ക് ഒരു കാര്യത്തെപ്പറ്റി ചിന്തിച്ചൊരു തീരുമാനം എടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാനോ ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഉറക്കമില്ലായ്മ, അതായത് നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു കുഞ്ഞുള്ള അമ്മയ്ക്ക് എല്ലാവരും ഉറങ്ങുന്ന പോലെ ഉറങ്ങാൻ പറ്റണം എന്നില്ല. അങ്ങനെയല്ല, അല്ലാതെ തന്നെ ഉറക്കത്തിൻ്റെ പാറ്റേണിൽ വരുന്ന ഒരു വേരിയേഷൻസ്, അത്ര പോലും ഉറങ്ങാൻ പറ്റാണ്ട് വരിക, അല്ലെങ്കിൽ കുഞ്ഞിനെ പോലും മൈൻഡ് ചെയ്യാണ്ട് ഒരുപാട് സമയം കിടന്ന് ഉറങ്ങാനുള്ളൊരു ടെൻഡൻസി, ഈ 2 രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെയാണ് വിശപ്പില്ലാണ്ടാവുക, പിന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ക്ഷീണം ഫീൽ ചെയ്യാം. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുമൊക്കെ ചിലപ്പോൾ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനിൽ കണ്ടേക്കാം. ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ തന്നെ ചിലപ്പോൾ സൂയിസൈഡൽ ടെൻഡൻസിയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ആക്രമിക്കാനോ അല്ലെങ്കിൽ കുഞ്ഞിനെ തന്നെ കൊലപ്പെടുത്താനുള്ള ടെൻഡൻസിയും കണ്ടുവരാറുണ്ട്. പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ നമ്മൾ നേരത്തെ പോസ്റ്റ്പാർട്ടം ബ്ലൂ പറഞ്ഞതുപോലെ ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ലാത്തൊരവസ്ഥയല്ല. ഇത് നമ്മളുടെ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യേണ്ട ഒരു കണ്ടീഷൻ തന്നെയാണ്. ഇത്രയും പെട്ടെന്ന് നിങ്ങളെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറെ അറിയിക്കുക. അവർ ആവശ്യമെങ്കിൽ സൈക്കോളജിസ്റ്റിൻ്റെ അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിൻ്റെ സേവനം നിങ്ങൾക്ക് ലഭ്യമാക്കും. ചിലപ്പോൾ ഒരു കൗൺസിലിങ്ങിലൂടെയോ അല്ലെങ്കിൽ മൈൽഡായിട്ടുള്ള എന്തെങ്കിലും സൈക്യാട്രിക് മെഡിസിൻസിലൂടെയാണ് നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് സൈക്കോസിസിൻ്റെ അത്രയും സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻ അല്ല, എന്നാലും കൺസൾട്ടേഷൻ ആവശ്യമായിട്ട് വരുന്നൊരവസ്ഥ തന്നെയാണ്.
അടുത്തതായിട്ട് നമുക്ക് പോസ്റ്റ്പാർട്ടം സൈക്കോസിസ്. നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, പോസ്റ്റ്പാർട്ടം ഡിപ്രഷനേക്കാളും സിവിയർ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് പോസ്റ്റ്പാർട്ടം സൈക്കോസിസ്. ഇത് അത്ര കോമൺ അല്ല, 1000 ഒരാൾക്കൊക്കെ എന്ന രീതിയിലാണ് ഇത് പ്രസൻറ്റ് ചെയ്ത് വരാറുള്ളത്. പക്ഷേ ഇതൊരു സൈക്യാട്രിക് മെഡിക്കൽ എമർജൻസിയാണ്. അതായത് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ലെങ്കിൽ അത് വളരെയധികം പ്രശ്നങ്ങൾക്ക് കാരണമാകും. സോ ഇതിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് മാനസിക പ്രശ്നങ്ങളുടെ ഒരു ഗ്രൂപ്പായിട്ടാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടുവരാറുള്ളത്. അതായത് ഹാലുസിനേഷൻസ് എന്ന് വെച്ചാൽ ഇല്ലാത്ത കാര്യങ്ങൾ കാണുക, കേൾക്കുക, ഫീൽ ചെയ്യുക, അതാണ് നമ്മൾ ഹാലുസിനേഷൻസ് എന്ന് പറയാം. ഹാലുസിനേഷൻസ്. പിന്നെ ഡെല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യത്തിന് വിരുദ്ധമായിട്ട് ഉള്ളൊരു കാര്യത്തിനെ അവരങ്ങ് അടിയുറച്ച് വിശ്വസിക്കുക. ആരൊക്കെ എന്തൊക്കെ ശ്രമിച്ചാലും അവരുടെ ആ മിഥ്യാധാരണ നമുക്ക് മാറ്റാൻ പറ്റില്ല. അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാവുക. പിന്നെ എന്താ പാരനോണിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംശയരോഗം എന്നൊക്കെ പറയുന്ന പോലെ അവർക്കിങ്ങനെ എന്താ പറയുക, വിശ്വാസമില്ലായ്മ വരെ, അല്ലെങ്കിൽ സംശയം ഉണ്ടാവുക, ഒരാളെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് സംശയം ഉണ്ടാവുക. ഇത്തരത്തിലുള്ള പ്രസൻറ്റേഷൻസ് ഒക്കെ ഉണ്ടാവും. അത് കൂടാതെ അവരെന്താണ് ചിന്തിക്കുന്നത്, എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് കാര്യം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള തിങ്കിങ്ങും സ്പീക്കിങ്ങും അതുപോലെ തന്നെ അവരുടെ ബിഹേവിയറും മാറുന്നു. പിന്നെ സെൽഫ് കെയർ, നമ്മൾ നേരത്തെ പറഞ്ഞു അവർക്ക് സ്വന്തം കാര്യം ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പക്ഷേ അത് കുറച്ചുകൂടി ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള രീതിയിൽ അവർക്ക് ഒട്ടും തന്നെ സെൽഫ് കെയറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സ്വന്തം കാര്യങ്ങൾ പോലും അവർ ചെയ്യാണ്ടാവുക. കുഞ്ഞിൻ്റെ കാര്യങ്ങൾ പറയണ്ടല്ലോ, അത് ഒട്ടും തന്നെ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ഇങ്ങനെയുള്ള ഫീലിങ്സ്. പിന്നെ ഇമോഷണൽ ഡിസ്റ്റർബൻസുകൾ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ നിന്നും കുറച്ചുകൂടി സിവിയർ ആയിട്ടുള്ള രീതിയിലായിരിക്കും ഇതിൽ പ്രസൻറ്റ് ചെയ്യപ്പെടുന്നത്. ഈ പറഞ്ഞ പോലെ ഹോമിസൈഡൽ, സൂയിസൈഡൽ ടെൻഡൻസികളൊക്കെ ഈ പോസ്റ്റ്പാർട്ടം സൈക്കോസിസിലും കണ്ടുവരാറുണ്ട്. പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞതൊരു മെഡിക്കൽ എമർജൻസിയാണ്. ഒരിക്കലും നമ്മൾ ഡിലേ വരുത്താണ്ട് എത്രയും പെട്ടെന്ന് കൺസൾട്ടേഷനും എത്രയും പെട്ടെന്ന് സൈക്യാട്രിക് ട്രീറ്റ്മെൻറ്റും തന്നെ ആവശ്യമായിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ് പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് എന്ന് പറയുന്നത്. പോസ്റ്റ്പാർട്ടം ബ്ലൂ എന്ന് പറയുന്നത് ഹോർമോണൽ വേരിയേഷൻസ് കൊണ്ടാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനും പോസ്റ്റ്പാർട്ടം സൈക്കോസിസോ അതിൽ മിയർ ആയിട്ടുള്ള ഹോർമോണൽ വേരിയേഷൻസ് കൂടാതെ ഒരു അണ്ടർലൈങ് ആയിട്ടുള്ള കാരണം ഉറപ്പായിട്ടും ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ചിലപ്പോൾ പാർട്ട്ണറുടെ ഭാഗത്തു നിന്നുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് നമുക്ക് പ്രഗ്നൻസിയുടെ സമയത്തോ പ്രസവശേഷമോ ആകാം പാർട്ട്ണറുടെ ഭാഗത്തു നിന്ന് പ്രോപ്പറായിട്ടുള്ള സപ്പോർട്ടും കെയറും ഇല്ലാതെ വരുന്നൊരവസ്ഥ, അല്ലെങ്കിൽ ഫാമിലിയുടെ ഭാഗത്ത് നിന്ന് സപ്പോർട്ടും കെയറും ഇല്ലാത്ത അവസ്ഥ, ദാമ്പത്യ ബന്ധം അത്ര സുഖകരമല്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഹസ്ബൻഡിന് ഉണ്ടാകുന്ന എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്സ് ആകാം, അല്ലെങ്കിൽ അവരുടെ അഡിക്ഷൻസ് ആകാം, അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, വീട്ടിലുണ്ടാകുന്ന ഗാർഹികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഫിനാൻഷ്യലായിട്ടുള്ള പ്രശ്നങ്ങളാകാം, ഫിനാൻഷ്യലായിട്ട് അവർക്ക് സാമ്പത്തികമായിട്ടുള്ള അടിത്തറ പ്രോപ്പറായിട്ട് ഇല്ലെങ്കിൽ അത്, അതുപോലെ തന്നെ അൺപ്ലാൻഡ് ആയിട്ടുള്ള പ്രഗ്നൻസി, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാരണമാണ്. പ്രഗ്നൻസി പ്ലാൻ ചെയ്യാണ്ടുള്ളതാണെങ്കിൽ അവർക്ക് മാനസികമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലും പ്രസവശേഷം ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനോ പോസ്റ്റ്പാർട്ടം സൈക്കോസിസോ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. പിന്നെ മുന്നേ ഉള്ള പ്രഗ്നൻസികളിൽ ഉണ്ടായിട്ടുള്ള കോംപ്ലിക്കേഷൻസ്, ലൈക്ക് ഒരുപാട് അബോഷൻസ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ മരണം സംഭവിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ളവർക്ക് അതിനുശേഷം വരുന്ന പ്രഗ്നൻസി ഇതിനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഈ പ്രഗ്നൻസിൽ, അതായത് ഈ പ്രസൻ്റ് ആയിട്ടുണ്ടായിരുന്ന പ്രഗ്നൻസിയിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടായതുകൊണ്ടോ, അല്ലെങ്കിൽ പ്രസവത്തിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടായതുകൊണ്ടോ പ്രസവശേഷം കുഞ്ഞ് മരിച്ചു പോവുകയോ കുഞ്ഞിന് എന്തെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ ഈ മൾട്ടിപ്പിൾ പ്രഗ്നൻസി, അതായത് ട്വിൻസോ അല്ലെങ്കിൽ അതിലധികമോ നമ്പർ കുട്ടികളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള പല കാരണങ്ങൾ. ഇത് കൂടാതെ ഫാമിലിയിൽ, അതായത് അവരുടെ കുടുംബത്തിൽ മാനസിക പ്രശ്നങ്ങളുടെ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, അവർക്ക് തന്നെ മുന്നേ എന്തെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഒരു അണ്ടർലൈൻ കാരണം നേരത്തെ പറഞ്ഞ ഹോർമോണൽ വ്യതിയാനങ്ങളെ കൂടാതെ ഉണ്ടാവും ഈ പറഞ്ഞ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനിലും പോസ്റ്റ്പാർട്ടം സൈക്കോസിസിലും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ, നമ്മൾ എന്തിനാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തത്? ഇതിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, പോസ്റ്റ്പാർട്ടം ബ്ലൂ എന്ന് പറഞ്ഞ അവസ്ഥയ്ക്ക് പ്രത്യേകിച്ച് ചികിത്സയുടെ ആവശ്യം ഒന്നുമില്ല. അതിൽ നമ്മുടെ ഒരു മെൻ്റൽ സപ്പോർട്ടും അവർക്ക് കൊടുക്കുന്ന ഒരു കരുതൽ, ആ ഒരു കെയർ, അത് മാത്രമാണ് അവിടെ വേണ്ടു. അത് 2 ആഴ്ചയ്ക്കുള്ളിൽ റിസോൾവ് ചെയ്ത് പോകും. അതേ സമയത്ത് പോസ്റ്റ്പാർട്ടം ഡിപ്രഷനും സൈക്കോസിസും അങ്ങനെയല്ല, ട്രീറ്റ്മെൻറ്റ് വേണ്ടതാണെന്നും പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടതുകൊണ്ട് എന്താണ് പ്രയോജനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊന്ന് അറിയാൻ, ഒന്ന് മനസ്സിലാക്കാൻ. എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതെങ്ങനെ 100% നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കണ്ടീഷനാണോ? അല്ല. സത്യസന്ധമായി പറഞ്ഞാൽ നമുക്ക് 100% പ്രിവെൻഷൻ പോസിബിൾ അല്ല പോസ്റ്റ്പാർട്ടം സൈക്കോസിസിലും അല്ലെങ്കിൽ ഡിപ്രഷനിലും. പക്ഷേ അവിടെയുള്ള ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ളൊരു പ്രശ്നം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ, പ്രത്യേകിച്ച് ആ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടിക്ക് അല്ലെങ്കിൽ സ്ത്രീക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റണം എന്നില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ മൺസൂർത്താഴിൽ കണ്ടിട്ടില്ലേ, ഗംഗ നാഗവല്ലിയായിട്ട് മാറുന്നത് ഗംഗ അറിഞ്ഞിരുന്നില്ല. അതുപോലെ തന്നെ ഇത്ര മൈൽഡായിട്ടുള്ള പ്രശ്നമാണെങ്കിൽ പോലും, അല്ലെങ്കിൽ അതിനേക്കാളും കൂടിയതാണെങ്കിലും ആ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന പെൺകുട്ടി ചിലപ്പോൾ ഇത് അറിയണമെന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ അവർ കാണിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും വൈദ്യസഹായം തേടാനും സാധിക്കണം. അപ്പോൾ ഇതിനെപ്പറ്റി എല്ലാവരും അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഈ വീഡിയോ ചെയ്തത്. 100% പ്രിവെൻഷൻ പോസിബിൾ അല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പ്രഗ്നൻസിയുടെ സമയത്തും പ്രസവാനന്തരവുമുള്ള പ്രോപ്പറായിട്ടുള്ള കെയർ, അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ ഇതിന് അണ്ടർലൈൻ ആയിട്ട് പറഞ്ഞ കാരണങ്ങളിൽ ഒഴിവാക്കാൻ പറ്റുന്നതെല്ലാം ഒഴിവാക്കുക. പിന്നെ
ഈ പ്രഗ്നൻസി കെയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് റെഗുലർ ആയിട്ടുള്ള പ്രഗ്നൻസി ചെക്കപ്പുകൾ എന്തായാലും ഉണ്ടായിരിക്കും. ഇന്നത്തെ കാലത്ത് അതൊന്നും ചെയ്യാത്ത ആരും ഉണ്ടാവില്ല, കേരളത്തിൽ പ്രത്യേകിച്ചും. പുറത്തേക്കൊക്കെ ഉണ്ട്, എന്നാലും കൂടുതൽ ആളുകൾ ഇപ്പോൾ പ്രോപ്പറായിട്ട് റെഗുലർ ആയിട്ടുള്ള ചെക്കപ്പുകൾ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലോ നിങ്ങൾക്കോ പൂർവ്വകാലത്തിൽ അങ്ങനത്തെ ഒരു ചരിത്രം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഡോക്ടറിനോട് പറയണം. അതൊരിക്കലും ഹൈഡ് ചെയ്ത് വെക്കരുത്. അത്തരത്തിൽ നിങ്ങൾ ഇങ്ങനെ ഒരു പ്രോൺ ആയിട്ടുള്ള കേസാണോ അല്ലേ എന്നുള്ളത് ആ ഡോക്ടർ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം. ഒരു കാരണവശാലും നമ്മൾ ഡോക്ടറോടും വക്കീലിനോടും കള്ളം പറയരുതെന്ന് പറയില്ലേ, അതുപോലെ. സോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് എല്ലാം ഡോക്ടറോട് പറയാം. നിങ്ങൾ മുമ്പ് കഴിച്ചിട്ടുള്ള മരുന്നുകളുടെ കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്യുക. പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ പ്രധാനമാണ് പ്രഗ്നൻസിയുടെ സമയത്തും തുടർന്നും ഉണ്ടാകുന്ന ഫാമിലിയുടെ ഭാഗത്തുനിന്നും പാർട്ട്ണറുടെ ഭാഗത്തുനിന്നും സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന സപ്പോർട്ട്. നമ്മൾ സമൂഹത്തിൻ്റെ ഭാഗമാണല്ലോ. അപ്പോൾ ഏതൊരു പ്രഗ്നൻറ്റ് ലേഡിക്കും വേണ്ടുന്ന ആ ഒരു മെൻ്റൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അതുപോലെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം കണ്ടെത്തുക. അത് എന്തോ ആയിക്കൊള്ളട്ടെ, കുറച്ച് നേരമെങ്കിലും നമുക്ക് സ്വന്തം സെൽഫ് കെയറിന് വേണ്ടിയിട്ട് സമയം മാറ്റി വയ്ക്കുക, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. അതൊരു സ്ട്രെസ് ടെൻഷനായിട്ടുള്ള ഒരു അവസ്ഥയായിട്ട് എടുക്കാതെ അതിനെ കുറച്ചുകൂടി ഒരു ലാഘവത്തോടു കൂടി കാണുക. അതിന് വേണ്ടി പ്രോപ്പറായിട്ടുള്ള റെസ്റ്റും ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഡെലിവറിക്ക് ശേഷമുള്ള കാര്യങ്ങളെ പറ്റി പ്രോപ്പറായിട്ടുള്ളൊരു പ്ലാനിങ് പ്രഗ്നൻസിയുടെ സമയത്ത് തന്നെ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ആ പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ് ഉണ്ടായിരിക്കുക. ഡെലിവറിക്ക് ശേഷവും നമ്മൾ ഈ പറഞ്ഞ സപ്പോർട്ട്, മെൻ്റൽ സപ്പോർട്ടിന് വളരെയധികം പ്രാധാന്യമുണ്ട്, അത് കൊടുക്കുക. അത് എസ്പെഷ്യലി പറയാനുള്ളത്, ഈ കുഞ്ഞ് ജനിച്ച് കഴിയുമ്പോൾ അത്ര നാൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡിനെ ശ്രദ്ധിച്ചവർ കൂടി പെട്ടെന്ന് കോൺസെൻട്രേഷൻ മൊത്തം കുഞ്ഞിലേക്ക് പോകുന്നത് പോയി. ഹസ്ബൻഡിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും അതുപോലെ ഫാമിലിയുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ചും. ഫാമിലിയുടെ ഭാഗത്ത് നിന്ന് എല്ലാവരും കുഞ്ഞിനെ പറ്റി മാത്രം ചോദിക്കുന്നു, അല്ലെങ്കിൽ കുഞ്ഞിനെ മാത്രം നോക്കുന്നു, തന്നെ ആരും നോക്കുന്നില്ല, അവഗണിക്കുകയാണെന്നുള്ള തോന്നൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. സോ അത്തരത്തിലുള്ളൊരു കാര്യം നമ്മളുടെ ഭാഗത്തു നിന്ന് ഒഴിവാക്കുക. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ ലക്ഷണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രഗ്നൻറ്റ് ലേഡിക്ക് മനസ്സിലാവണമെന്നില്ല, ചുറ്റും നിൽക്കുന്നവർക്കാണ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടുക. ഏർലി ഇൻ്റർവെൻഷനാണ് നമുക്ക് ഏറ്റവും നല്ല ഒരു മാർഗ്ഗം, ഇത്തരത്തിലുള്ള കണ്ടീഷൻ വേഴ്സൺ ചെയ്ത് പോവാതിരിക്കും. പിന്നെ എല്ലാവരിലും ഇതീ പറഞ്ഞ പോലെ കുഞ്ഞിനെ കൊല്ലുകയോ അല്ലെ സ്വന്തമായിട്ട് സൂയിസൈഡ് ചെയ്യുകയോ അല്ലെ മറ്റുള്ളവരെ ഹാം ചെയ്യുകയോ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഈ കണ്ടീഷൻ നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് മാറ്റുന്നില്ല എങ്കിൽ തുടർന്ന് അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സോ അതിനിടയിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. ആരൊക്കെ ഈ വീഡിയോ അവസാനം വരെ കാണുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒന്നല്ല, പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ സ്ത്രീകളിൽ മാത്രമാണോ കാണുന്നത്, അതോ അച്ഛന്മാർക്കും, അതായത് സോ കോൾഡ് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അച്ഛന്മാർക്കും പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഉണ്ടാവാറുണ്ടോ? നിങ്ങൾക്കറിയാമെങ്കിൽ യെസ് ഓർ നോ എന്ന് കമൻറ്റ് ചെയ്യും. താങ്ക് യു.